ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഉടനിറക്കും. നടപടി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് സർക്കാരിൽ വിശ്വാസമെന്നും ഗൂഢാലോചന അടക്കം പുറത്തുവരാനുണ്ടെന്നും നവീന്റെ കുടുംബം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. തിരുവനന്തപുരം നെടുമങ്ങാട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ അനുഭവിച്ചത് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരത. കുഞ്ഞിന്റെ ശരീരത്തിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചതടക്കം 51 മുറിവുകൾ. കുറ്റം സമ്മതിച്ച് രണ്ടാനച്ഛനായ അഷ്കർ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധവും കയ്യേറ്റവും. അമ്മയ്ക്കും പങ്കുണ്ടെന്ന് കുട്ടിയുടെ മുത്തശ്ശൻ സുനിൽകുമാർ. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. നവാഗതരെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. സംസ്ഥാനതല പ്രവേശനോത്സവം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവങ്ങളിൽ സൈബർ സുരക്ഷ പ്രതിജ്ഞ ചൊല്ലും. സംസ്ഥാനത്ത് മഴ കനക്കും. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷം ബുധനാഴ്ച എത്താൻ സാധ്യത. വയനാട് ചുരത്തിൽ മരം കടപുഴകി വീണു. വൻ ഗതാഗത തടസ്സം. സൃഷ്ടിയുടെ സൗന്ദര്യം വൈവിധ്യത്തിലാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹം തേടി ഭക്തജന പ്രവാഹം. IPL-ൽ ഇന്ന് കിരീട പോരാട്ടം. ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ.